അതീവ ഖേദകരമെന്ന് പറയട്ടെ, ദേശീയ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുന്നത് വ്യാജ ദൃശ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അന്തർദേശീയ മാധ്യമമായിട്ടുള്ള അൽ ജസീറ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത പോളാണ് വളരെയധികം സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതായത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങളുടെ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൽ ജസീറ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ക്രിയേറ്റ് ചെയ്ത പോൾ ഇങ്ങനെയാണ് പറയുന്നുള്ളത്. അതായത് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിക്കാൻ അല്ലെങ്കിൽ യുദ്ധമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പോൾ. ആ പോളിന് താഴെ വന്നിട്ടുള്ള കമന്റുകളിൽ പലതും മുന്നിലോട്ട് വെക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് ഇതിൽ മുൻതൂക്കം നൽകുന്നുള്ളത്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നുള്ളതാണ് പല കമന്റുകളും സൂചിപ്പിക്കുന്നുള്ളത്. ഇത് അൽ ജസീറ എന്ന അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ട ഒരു പോളിൽ നിന്നും ലഭിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടുകളാണ്. ഇത് നിസ്സാരമായി കാണാൻ വേണ്ടി സാധിക്കില്ല. പല ഓൺലൈൻ മാധ്യമങ്ങളും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ പോലും പറയാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് എഗെയിൻസ്റ്റായി അല്ലെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള വാർത്തകളാണ് പല ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്നത്. എന്നാൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കപ്പുറത്ത് പല ദേശീയ മാധ്യമങ്ങൾ, അതായത് മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങളും നൽകുന്നത് ഇതേ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു ആഘോഷം മാധ്യമങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള വാർത്തകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഒരു മാധ്യമത്തിലെ ഒരു ചാനലിലെ അവതാരകൻ തോക്കുമിട്ടുകൊണ്ട് ഒരു അവതരണം നടത്തിയത് ഏറെ വിവാദമായ ഒരു സംഭവം തന്നെയാണ്. അതായത് ദേശീയ മാധ്യമങ്ങൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയാണ്. മാധ്യമങ്ങളുടെ ഈ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൽ ജസീറ പോൾ നടത്തിയിട്ടുള്ളത്. അൽ ജസീറ ഇങ്ങനെ ഒരു പോൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിലുള്ള വ്യക്തത നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. പല മാധ്യമങ്ങളും നൽകുന്ന തലക്കെട്ടുകൾ വരെ വളരെ ആരും ചിന്തിക്കപ്പെടാൻ പറ്റാത്ത തലക്കെട്ടുകളാണ് നൽകുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് ഇമ്രാൻ ഖാൻ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി പറയുന്നു, ഇന്ത്യ രാജ്യം എടുക്കുന്ന നടപടികൾക്ക് വിപരീതമായി പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ സാഹചര്യം കേരളത്തിലെയും ദേശീയ തരത്തിലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിന് പിന്നിൽ ഒരു പ്രേരണ മറ്റുള്ള രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അന്തർദേശീയ മാധ്യമം ഇങ്ങനെ ഒരു വിചാരണ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടത്തുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായി നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതുമാണ്. മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണോ എന്നുള്ളത് പോലും സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നുള്ളത്. പല രീതിയിൽ വരുന്ന വാർത്തകൾ വലിച്ചൊടിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടും TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണോ എന്നുള്ളതും സംശയിക്കപ്പെടേണ്ടതുണ്ട്. യുദ്ധസന്നമായ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ TRP റേറ്റിംഗിൽ വലിയ വളർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള നീക്കം നടത്തുന്നതിന് പിന്നിലെ കാരണം എന്ത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം വ്യക്തമാക്കുന്നത് ഒരു അന്തർദേശീയ മാധ്യമം ഇങ്ങനെയൊരു പോൾ ഈ സാഹചര്യത്തിൽ നടത്തിയതിന് പിന്നിലെ ലക്ഷ്യമെന്ത്, അവരെന്താണ് ഉദ്ദേശിച്ചത്, ചിലപ്പോൾ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള പോൾ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതും സംശയിക്കപ്പെടേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.